ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിടിലൻ ലഡു തന്നെയാണ് കേട്ടോ. ബേക്കറിയിലെ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അതിനു മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു തരിപ്പയിലെടുത്തിട്ട് ഇതൊന്ന് തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പോകാൻ വേണ്ടിയിട്ടാണ് തരിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ ഉള്ള വെള്ളം മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു അളവ് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് കുറേശ്ശെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ ഒടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഇത് കട്ടി കൂടുതലും വേണ്ട, എന്നാൽ നല്ല ലൂസായിട്ടും വേണ്ട, ലൂസോടുകൂടെ വേണം ഇതെടുക്കാൻ. അപ്പോൾ ഞാനിത് അവിടെ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് നോക്കാൻ പറയുന്നത് കേട്ടോ. അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഏത് രീതിയിലും ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് അടിഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അടിഭാഗം വെന്ത് കഴിയും. അപ്പോൾ കരിയാനൊന്നും നിൽക്കരുത്. ഇത് നമ്മൾ അടി പിടിച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടേറിയതിൻ്റെ പേരിൽ ഒന്ന് അടി പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ശരിക്കും കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് പൊടിച്ചെടുക്കാനുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊടിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അടിഭാഗം വെന്ത് കഴിഞ്ഞത് പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം കൂടുതൽ വേവൊന്നും ഇല്ല ഇതിന്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞെന്നുള്ളത്. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കരിയാതെ ശ്രദ്ധിക്കണം, അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇനി ഇത് കോരി വയ്ക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പാത്രത്തിലുള്ളത് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഓയിലൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററിയും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 തവണ ആയിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്, ഈ ബാറ്ററി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അതായത് കരിയാൻ പാടില്ല എന്നാണ് കേട്ടോ, അടിയൊന്നും കരിയരുത്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട അതേ ഒരു പാത്രത്തിൽ തന്നെ ഇതും ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ടെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള 3ാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇനി കാണിക്കുന്നില്ല കേട്ടോ, 2 പ്രാവശ്യം ഞാൻ കാണിച്ചതല്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു 3-4 അണ്ടിപ്പരിപ്പും അതുപോലെ
5-6 മുന്തിരിയും ബാക്കിയുള്ള ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് അതിലിട്ട് പൊടിച്ചെടുക്കുന്നില്ല, കുറേശ്ശെ. അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ ലഡു വാങ്ങിയിട്ട് തിന്നിട്ടില്ല, ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ പതഞ്ഞൊക്കെ വരും. ഇതുപോലെ. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം. അതായത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരും. ആ ഒരു സമയം വരെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിയും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഒരു കഷ്ണം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് ഉരുകി അതിലേക്ക് ലയിക്കുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സീറോൻ്റെതും കുറച്ചും കൂടെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം വറ്റി വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം അപ്പോൾ ആ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറി ഒരു ചെറിയൊരു ചൂടുണ്ടാവണം. ആ ഒരു സമയത്താണ് നമ്മളിതുപോലെ ഉണ്ട പിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഒരു വലിപ്പം വേണോ ആ ഒരു വലിപ്പത്തിനൊക്കെ നമുക്കിതൊന്ന് പിടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ലഡു പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ബേക്കറിയിൽ നിന്നും വാങ്ങാതെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.